മലയാളികൾ വളരെയധികം ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് ലെന എന്ന് പറയാം. വിവാഹത്തിന് ശേഷവും മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയായി കൂടുതലും മാറുന്നു. ഈ ഇടയ്ക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ലെനയുടെ വിവാഹം കഴിഞ്ഞത്. എന്നാൽ ഈ ഇടയ്ക്കല്ല എന്നും വർഷമായി എന്നുമാണ് ഇപ്പോൾ ലെന തന്നെ പങ്കുവച്ചിരിക്കുന്ന വാർത്തയിലൂടെ പ്രേക്ഷകർ അറിയുന്നത്. ഒരു വർഷമായോ ഈ വാർത്ത ഞങ്ങൾ അറിഞ്ഞിട്ട് എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. വിശേഷം ഒരിക്കലും പ്രതീക്ഷിച്ച ഒന്നല്ല. ലെനയെ കാണുവാൻ ഓടിയെത്തിയാണ് ബന്ധുക്കൾ സന്തോഷം അറിയിച്ചെത്തിയത്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആശംസകളോടെ തന്നെ എത്തുന്നത്. രണ്ടാമത്തെ വിവാഹ വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഓറഞ്ച് കൊണ്ടുള്ളൊരു കേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ലെനയുടെ പ്രിയപ്പെട്ട മമ്മി തന്നെയാണ് ഇത് എത്തിച്ചിരിക്കുന്നത്. കുടുംബം മുഴുവൻ നിന്ന് ഇവരോടൊപ്പം കേക്ക് മുറിച്ച് ആഘോഷം നടത്തുന്നുണ്ട്. പ്രശാന്തും ലെനയും ഒരുമിച്ച് നിന്ന് കേക്ക് മുറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓറഞ്ചും ഡാർക്ക് ചോക്ലേറ്റും എല്ലാം കൂടി ചേർന്നാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെയധികം സ്നേഹമുണ്ട് എന്ന് പറയുന്നു. ടീനാസ് ബേക്സ് തൃശ്ശൂരിൽ നിന്നാണ് ഈ കേക്ക് ഇപ്പോൾ ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത്ര പെട്ടെന്ന് സമയം കഴിഞ്ഞു പോയത് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ലെനയുടെ വിവാഹം കഴിഞ്ഞ 2 വർഷമായി എന്ന് വിശ്വസിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് പ്രേക്ഷകർ ഇപ്പോൾ അഭിപ്രായം കൊണ്ടുവരുന്നു. 44 വയസ്സുകാരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ വൈറലാണ് എന്ന് പറയണം. ആ രഹസ്യ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായല്ലേ എന്നാണ് പലരും പറയുന്നത്. അന്ന് വളരെയധികം വിവാദമായ ഒന്ന് തന്നെയായിരുന്നു. 2024 ജനുവരി 17-നായിരുന്നു ലെനയുടെയും ഗഗൻയാൻ ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണന്റെയും വിവാഹം. ഇരു വീട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ലളിതവും സ്വകാര്യവുമായ ചടങ്ങായിരുന്നു അത്. വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനു ശേഷം പ്രശാന്ത് ബാലകൃഷ്ണൻ ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ ആയ പ്രശാന്തിന് പ്രധാനമന്ത്രി ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ നൽകി സന്തോഷത്തിനൊപ്പം തന്നെ തൻ്റെ ഭർത്താവിനെ ലെന വെളിപ്പെടുത്തുകയും ചെയ്തു. മുൻപ് വെളിപ്പെടുത്താത്തത് അദ്ദേഹം ഇത്തരം ഒരു സീക്രട്ട് മിഷനിൽ പോകുന്നത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹം ആരാണെന്നും എന്താണെന്നും തിരിച്ചറിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നുൾപ്പെടെ പ്രേക്ഷകരെല്ലാവരും തിരയാൻ തുടങ്ങും. അപ്പോൾ തന്നെ ഈ മിഷൻ്റെ കാര്യം അറിയാൻ സാധിക്കും. അങ്ങനെ ആരും അറിയരുത് എന്നൊരു വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബന്ധം ആദ്യം പറയാത്തത് എന്ന് ലീന അന്ന് തന്നെ ഒരു പോസ്റ്റുമായി എത്തിയിട്ടുമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ലെന അന്ന് പറഞ്ഞത് എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു. ലെനയുടെ മാനസികാവസ്ഥയും ലെനയ്ക്ക് അന്ന് സംഭവിച്ചതും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ലെന പങ്കുവയ്ക്കാത്തതെന്നും മറിച്ച് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും നല്ല കാര്യം തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല ആദ്യം പറയാത്തതെന്ന് ലെന അന്ന് തുറന്നു പറഞ്ഞതിൽ എല്ലാവർക്കും അഭിനന്ദനമുണ്ടായിരുന്നു. കാരണം അങ്ങനെ തുറന്നു പറയാൻ കാണിച്ച മനസ്സുകൂടിയാണ് എല്ലാവരും പ്രശംസിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയാം. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്തയായി അതിവേഗമാണ് ഇത് മാറുന്നത്. അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വാർത്തയെക്കുറിച്ച് തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ആരാധകരെല്ലാവരും ഇപ്പോൾ ആശംസകൾ അറിയിച്ച് എത്തുന്നുണ്ട്. ഒപ്പം ഇവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുമുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.